നമസ്കാരം. സനോജ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ, ഏതാണ്ട് 65 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ വലിയ തയ്യാറെടുപ്പുകൾ എല്ലാ മുന്നണികളും നടത്തി വരികയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബി.ജെ.പിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചാണ്. ബി.ജെ.പി ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഓഫീസായ മാരാർജി ഭവനിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കാര്യാലയം ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയും ശ്രീ പ്രകാശ് ജാവദേക്കറും അല്പസമയം മുമ്പാണ് നിർവഹിച്ചത്. എന്താണ് ബി.ജെ.പിയുടെ ഒരുക്കങ്ങളിൽ നമ്മളിപ്പോൾ ബി.ജെ.പി അതിവേഗം ഗിയർ മാറ്റുന്നു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ബി.ജെ.പിയുടെ പുതിയ മാറ്റങ്ങൾ? തീർച്ചയായിട്ടും കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പി ഒരു ചുവട് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് സീസൺ ആകുമ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ ചുവട് വയ്ക്കുന്നത് ബി.ജെ.പി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇന്നു മുതൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു അംഗം കുറിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു, കഴിഞ്ഞ മാസം ഇതിൻ്റെ ഒരു തുടക്കമെന്നോണം കൊച്ചിയിൽ വെച്ച് വലിയൊരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. അതിൽ എല്ലാ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഇലക്ഷൻ കലണ്ടർ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ ഘട്ടമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞത്. അതായത് തിരുവനന്തപുരത്ത് സംസ്ഥാന കാര്യാലയത്തിൽ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ബി.ജെ.പി ഓഫീസ് പണി നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് ബേക്കറി ജംഗ്ഷനിൽ മറ്റൊരു വാടക കെട്ടിടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയം പ്രവർത്തിച്ചിരുന്നത്. ഇതാദ്യമായി സംസ്ഥാന കാര്യാലയത്തിൻ്റെ മുറ്റത്ത് അതോട് ചേർന്ന് തന്നെ അതിൻ്റെ പൂമുഖത്ത് ഒരു കാര്യാലയം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ സംസ്ഥാന ഉത്തരവാദിത്തമുള്ള പ്രകാശ് ജാവദേക്കറും അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നാടമുറിക്കുകയും ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് എങ്ങനെയാണ് ബി.ജെ.പി ഇലക്ഷനെ സമീപിക്കാൻ പോകുന്നത് എന്നുള്ളത് ചില ചുരുങ്ങിയ വാക്കുകളിലാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഒന്ന്, വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി സമീപിക്കുന്നത് എന്നുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല ഇവിടുത്തെ മാറി മാറി വന്ന ഇടത് വലത് രാഷ്ട്രീയങ്ങളോട് ഉള്ള ജനങ്ങളുടെ ഒരു മടുപ്പ്, അത് ബി.ജെ.പിക്ക് എത്രത്തോളം സാധ്യത ഏറ്റുന്നു, അത് കഴിഞ്ഞ പല ഇലക്ഷനുകളിലും പ്രകടമായി തുടങ്ങിയതാണ്. അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്ന ഒരു ചുവടുമാറ്റം കൂടിയാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ 140 മണ്ഡലങ്ങളിലും ഒരേ ഗൗരവത്തോടു കൂടി തന്നെയാണ് മത്സരിക്കുന്നത്. 140 മണ്ഡലങ്ങളും പിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ ആണ് ഈ ഇലക്ഷന് NDA കാഴ്ചവെക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ NDAയുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. മറ്റ് ഒരുപാട് സംഘടനകൾ NDAയിൽ ലയിക്കുകയാണ്. അപ്പോൾ നാൾക്ക് നാൾ ശക്തി വർദ്ധിച്ചുകൊണ്ട് തന്നെ മറ്റ് മുന്നണികൾക്കൊപ്പം നിൽക്കാൻ എന്തുകൊണ്ടും അതിന് പ്രാപ്തി NDA നേടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാറാത്തത് ഇനി മാറും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ ഒരു തലവാചകം. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുമിച്ച് വളരാം എന്നുള്ള ഒരു ക്യാമ്പയിൻ കൂടി ഈ ഒരു ഇലക്ഷൻ സമയത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അധ്യക്ഷൻ പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യ ചുവട് വെച്ചുകൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബി.ജെ.പി. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ അംഗം ഇന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നു. അത് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിനോട് ഒപ്പം ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കാര്യാലയം കൂടി പ്രവർത്തിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള 45-50 ദിനങ്ങൾ ഈ പോരാട്ടത്തിൻ്റെ ദിനങ്ങളാണ്. ആ ദിനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വളരെയധികം സജീവമായിരിക്കും. ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും എമ്പാടുമുള്ള ഈ NDA ഇലക്ഷൻ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുക. കുമാർ, ഈ പരമ്പരാഗതമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ ഒരു പ്രചരണ തുടക്കത്തിനൊരു പാറ്റേൺ ഉണ്ട്. അതെ, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കേരള യാത്രകൾ നടത്തുക. അത് വിപുലമായ യാത്രകളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത്ര വിപുലമായ യാത്രകൾ, ഇപ്പോൾ രണ്ട് മുന്നണിയും യാത്രകൾ നടത്തുന്നുണ്ട്, പക്ഷെ അത് അത്രമാത്രം സമഗ്രമായ രീതിയിലല്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര നടത്തുന്നുണ്ട്, LDFൻ്റെ വിവിധ യാത്രകൾ, ജാഥകൾ നടന്നു വരുന്നുമുണ്ട്. പക്ഷേ ബി.ജെ.പി അത്തരം യാത്രകളിലേക്കൊന്നും പോകുന്നില്ല എന്നാണ്. ബി.ജെ.പി ഒരു 2-3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ വിശ്വാസ സംരക്ഷണം, അതുപോലെ വികസനം, അഴിമതിരഹിത ഭരണം, ഒപ്പം ഈ മറ്റ് ഈ മത തീവ്രവാദികളിൽ നിന്നുള്ള സുരക്ഷ, കേരളത്തിൻ്റെ സുരക്ഷ, അതും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വികസനം ലക്ഷ്യമാക്കിയുള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ശൈലി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പ്, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇവിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിഭാവനം ചെയ്ത ചില യുദ്ധതന്ത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. വികസനം മുൻനിർത്തിയുള്ള, അതായത് എതിരാളികളെ അധികം കടന്നാക്രമിക്കാതെ, പരസ്യമായ ചെളിവാരി എറിയാതെ
എന്നാൽ അവരുടെ എന്താ പറയുക, അവരുടെ കുറവുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വികസനത്തിൻ്റെ ഒരു രൂപരേഖ നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു യുദ്ധമുറ. അത് ഈ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. മറ്റ് 2 തെരഞ്ഞെടുപ്പും ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ആണെങ്കിൽ ഇതിനെ നമുക്ക് ഫൈനലായിട്ട് തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് കൂടി വഴിവെക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BJP ഇന്നൊരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു. ഒഴിവാക്കാൻ പറ്റാത്തൊരു മുന്നണിയായി NDA കേരളത്തിൽ മാറിയിരിക്കുന്നു. മറ്റ് 2 പാർട്ടികൾക്കും അത്യാവശ്യം തലവേദന സൃഷ്ടിക്കാൻ പ്രാപ്തമായിരിക്കുകയാണ് ഇന്ന് BJPയെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വലിയ ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ ഒരു മിന്നുന്ന വിജയം, അതുതന്നെയാണ് തിരുവനന്തപുരം കാര്യാലയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന ഊർജം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രവർത്തകരും ഭയങ്കര ആവേശത്തിലാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് വിശ്രമമില്ലാതെ തന്നെ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BJP വലിയ രീതിയിൽ തന്നെയാണ് മാറ്റം വരുത്താൻ പോകുന്നത്. ഇനി മറ്റ് ചില കാര്യങ്ങൾ വരുന്നതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളാണ്, ഇല്ലേ കുമാർ? ഈ അണിയറയിൽ എങ്ങനെ പ്രചരണം ഏകോപിപ്പിക്കുന്നു, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതിനു മുമ്പൊക്കെ BJPക്ക് പലപ്പോഴും ഈ അപശ്രുതികൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രചരണ വേളകളിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ. പക്ഷേ ഇക്കുറി അങ്ങനെ ഒന്നുമില്ലാതെ കുറ്റമറ്റതാക്കാൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ചില ശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റമറ്റതായ കോർഡിനേഷൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ കുമാർ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടത് ഈ മാസം 28-ാം തീയതി തന്നെ BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നുവെന്നാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ മുന്നണിയായി BJP മാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം 28-ാം തീയതി ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തന്നെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ഏതാണ്ട് അവർ ആഭ്യന്തരമായി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും ഡിസംബർ മാസം മുതൽ തന്നെ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പല മണ്ഡലങ്ങളിലും ഈ ആരാണ് സ്ഥാനാർത്ഥികളെ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കമൊന്നുമില്ല. പല മണ്ഡലങ്ങളിലും ഒറ്റ പേരിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നിലധികം പേരുകൾ. ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും വലിയ തർക്കം നടക്കുകയാണ്. അവിടെ ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ തർക്കം കൃഷ്ണകുമാറിന്റെ പേര് പറയുന്നുണ്ട്, തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മയുടെ പേര് പറയുന്നുണ്ട്, ഏറ്റവും ഒടുവിൽ ശ്രീലേഖയുടെ പേരിൽ വന്ന് നിൽക്കുകയാണ്. ഇത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് സാധ്യതാ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്ല, ഈ തർക്കം നടക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് സീറ്റിനെ ചൊല്ലി വലിയ തർക്കം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ആ തർക്കം നടക്കുന്നത് BJPയിലല്ല, മറിച്ച് മാധ്യമങ്ങളിലാണ് എന്നുള്ളത് ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഏതൊരു മണ്ഡലത്തെയും പോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലവും. അവിടെയും സ്ഥാനാർത്ഥി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 28-ന് വരും എന്നൊരു വാർത്ത വന്നു. മാത്രമല്ല, മാർച്ച് ആദ്യവാരത്തോടു കൂടി തന്നെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും ഉണ്ടാകും. 2 ഘട്ടങ്ങളിലായി 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടു. മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നത് വിനോദ് താവഡെയാണ്. വിനോദ് താവഡെ പ്രശസ്തനായ ഒരു ദേശീയ നേതാവാണ്, ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പല സംസ്ഥാനങ്ങളിലും വൻപൻ വിജയം നേടിക്കൊടുത്ത ഒരു വിജയശില്പി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി ശോഭാ കരന്തലജയുണ്ട്. ഇങ്ങനെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നു. ഇതിനപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം കൂടി ഇന്ന് BJP മെനയുകയാണ്. അതായത് 160ഓളം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ചെറിയ ഒരു പടയല്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 1-2 ദേശീയ നേതാക്കൾ വന്നു പോവുക എന്നതിലുപരി അതൊരു മേമ്പടി മാത്രമാണ്. പക്ഷേ ആ മേമ്പടി അല്ല, ആ റൂട്ട് തലത്തിലേക്ക്, വേരുകളിലേക്ക് പ്രചരണം ആഴ്ന്നിറങ്ങണം എന്ന് BJP ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ 160 നേതാക്കന്മാരും വിവിധ സംസ്ഥാനങ്ങളിൽ ചുമതലകളിലുള്ള നേതാക്കന്മാരാണ്. അവരാണ് ഈ കേരളത്തിലേക്ക് വരുന്നത്. ഇതിൽ 140 പേർക്കും 140 നിയമസഭാ മണ്ഡലങ്ങളിലും 20 പേർക്ക് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ചുമതല കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും 2 അഖിലേന്ത്യാ നേതാക്കന്മാർ ചുമതലയിലേക്ക് എത്തുകയാണ്.
ഇങ്ങനെയാണ് BJP അവരുടെ പ്രചരണ തന്ത്രം. വിനോദ് താവഡയുടെ അടുത്ത നീക്കം അങ്ങനെയാണ്. ഈ നീക്കത്തിൽ എനിക്ക് തോന്നുന്നു LDFും UDFും പകച്ചു പോകാനുള്ള എല്ലാ അല്ല സാധ്യതയും. കുമാറേ, ഇപ്പോൾ രണ്ട് തട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിലും, ഇപ്പോൾ താഴെ തട്ടിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നോക്കുകയാണെങ്കിലും, ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുകൾ തട്ട് നിലയിൽ നോക്കുകയാണെങ്കിലും, BJP ഇതുവരെ കാണാത്ത രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ വിനോദ് താവഡയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നോർത്തിൽ നമ്മൾ കാണുന്ന അതേ ശൈലിയാണ്. നോർത്തിൽ ഈ പറഞ്ഞതുപോലെ മിന്നുന്ന വിജയം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചില സ്ട്രാറ്റജീസാണ് വർക്കൗട്ടായത്. അതേ സ്ട്രാറ്റജി വടക്ക് നിന്നും തെക്കോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് കേരളത്തിൽ പ്രായോഗികമാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല, ഈ താഴെ തട്ടിൽ മറ്റൊരു ഓപ്പറേഷനാണ് വേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള സാധ്യതയുള്ള നിരവധി ഘടകകക്ഷികൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. ഇനിയും ചില ബിഗ് ക്യാച്ചസ് BJPക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നു തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും BJP ഈ NDAയുടെ ഒരു വളർച്ച? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ NDA മുന്നണിയും വളരുകയാണ്, അല്ലേ? ഇതൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന മാത്രമല്ല, മുന്നണിയുടെ വളർച്ച കൂടിയാണ് സമാന്തരമായി ഇതിനൊപ്പം നടക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് NDA വികസനം തെരഞ്ഞെടുപ്പിന് മുമ്പ് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നമുക്കറിയാം BDJS മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ NDAയിൽ ഉണ്ടായിരുന്നത്. മറ്റെല്ലാം CK ജാനുവിന്റെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികളായിരുന്നു. അവരിൽ പലരും NDA വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു കേഡർ പാർട്ടിയുടെ എല്ലാ അഡ്വാൻറ്റേജസും ഇനി മുതൽ എല്ലാ രീതിയിലും കിട്ടിത്തുടങ്ങും, ഇല്ലേ? മാത്രമല്ല, ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികൾ ഇപ്പോൾ BJPയെ പോലെ തന്നെ BDJSും നമ്മുടെ 2020ക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12-13% വോട്ടാണുള്ളത്. അപ്പോൾ അത്രമാത്രം ശക്തിയുള്ള ഘടകകക്ഷികൾ വന്നിരിക്കുന്നു. NDA കുറച്ചുകൂടി ശക്തിപ്പെട്ടിരിക്കുന്നു. കാമരാജ് കോൺഗ്രസും അതുപോലെ തന്നെ BDJSും അതുപോലെ 2020യും എല്ലാം കൂടി വരുമ്പോൾ ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ചേരുവകളുമുള്ള ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ തൊട്ടടുത്ത് ഏറ്റവും ഒടുവിലായി നമ്മൾ ആ ഒരു കോമ്പിനേഷൻ കണ്ടത് ബീഹാറിൽ നമ്മൾ കണ്ടതാണ് നിതീഷ് കുമാറിൻ്റെ സഖ്യം. നിതീഷ് കുമാറിന് ഒരു ചെറിയ ബീഹാറിൽ ഒരു ഇടിവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അത് നികത്താൻ വേണ്ടി മറ്റ് ഘടകകക്ഷികൾ കൂടി ഒപ്പം സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ എല്ലാവരും പരസ്പരം അവിടെ സഹായിച്ചു. അവിടെ LJP പോലും വളരെ മിന്നുന്ന സ്ട്രൈക്ക് റേറ്റിൽ നേടിയ വിജയം. ഇതാണ് മൊത്തത്തിൽ അവിടെ NDAയുടെ വിജയത്തിന് കരുത്തു പകർന്നത്. അത് മാത്രമല്ല കുമാർ, ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാര്യം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ ചില സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള സർവേയിലൊക്കെ എല്ലാ കാലത്തും കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇടതുപക്ഷം പറയുന്നതായിരുന്നു ഏറ്റവും വളരെ കൃത്യമായ കണക്കുകൾ. ഇന്നിപ്പോൾ ഏതാണ്ട് അതേ സ്ഥാനത്ത് BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഉദാഹരണമായി എടുത്താൽ പലയിടത്തും പല ബൂത്തുകൾ അടിസ്ഥാനമാക്കി BJP നടത്തിയ പഠനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു, ഇല്ലേ? അതെ, നമുക്ക് കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. ഈ ഇലക്ഷന് മുമ്പ് BJP ചില നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ബൂത്ത് തലത്തിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു ഇന്ന ബൂത്തിൽ ഇത്ര വോട്ട് BJPക്ക് കിട്ടുമെന്ന്. അത് കൃത്യമായിരുന്നു. ആ കണക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തിയായി പറയാൻ പറ്റുന്നത്. ഒരു കാലത്ത് ഇത് ഇടതുപക്ഷത്തിന് മാത്രം സാധ്യമാകുമായിരുന്ന കാര്യങ്ങളെന്ന് എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ കാര്യങ്ങളൊക്കെ BJPക്കും സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു രീതിയിലുള്ള ഒരു ചുവട് മാറ്റം അല്ലെങ്കിൽ ഒരു മറ്റൊരു രീതിയിലുള്ള പ്രവർത്തന ശൈലി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാഴ്ചവെക്കാനാകുമെന്നുള്ള ഉറച്ച ഒരു പ്രതീക്ഷ നേതാക്കൾക്കിടയിലുണ്ട്, അതുപോലെ തന്നെ അണികൾക്കിടയിലുമുണ്ട്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.